PC ട്യൂഷൻ സെന്ററിലെ ഓൺലൈൻ ട്യൂഷൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ 10ാം ക്ലാസ്സുകാരുടെ ഇംഗ്ലീഷ് ആണ് എടുക്കുന്നത്. യൂണിറ്റ് 2-ലെ സെക്കൻഡ് ചാപ്റ്റർ മൈ സിസ്റ്റേഴ്സ് ഷൂസ്. നമ്മൾ പറഞ്ഞത് അതൊരു സ്ക്രീൻ പ്ലേ ആണെന്ന് പറഞ്ഞു. ഇറ്റ് വാസ് റിട്ടൺ ബൈ മാജിദ് മജീദി എഴുതിയ ഒരു ഇറാനിയൻ ഫിലിം മേക്കർ ആണ് മാജിദ് മജീദി. അതിൽ എഴുതിയ ഒരു ഫിലിമാണ്. ഫിലിമിന്റെ പേര് ദ ചിൽഡ്രൻ ഓഫ് ഹെവൻ. ആ ചിൽഡ്രൻ ഓഫ് ഹെവനിലെ ഒരു സ്ക്രീൻ പ്ലേ. അതിലെ ഫസ്റ്റ് 2 സീൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കഴിഞ്ഞു ഇല്ലേ? ഫസ്റ്റ് സീനിൽ എന്തിനെ കുറിച്ചാണ് പറഞ്ഞത്? കോബ്ലേഴ്സ്. വേറെ ഒന്നും ഒരു ഇമ്പോർട്ടന്റ് ആയിട്ട് ഇൻസിഡന്റ് സംഭവിച്ചിട്ടില്ല കേട്ടോ. ഫസ്റ്റ് സീനിൽ ഇത്രയും നമ്മൾ പറഞ്ഞ ഒരു കോബ്ലറിന്റെ ഷോപ്പാണ്. അവിടെ നിന്ന് ചെരുപ്പ് 2 തുന്നി അല്ലെ, ആ ചെരുപ്പ് ഒരു ബാഗിലിട്ട് അവൻ വന്നു. ആൻഡ് സെക്കൻഡ് സീൻ ഇറ്റ് വാസ് ദ ബേക്കേഴ്സ് ഷോപ്പ് ആണ് കാണിച്ചത്. അവിടെ ഇരുന്ന് നാൻ ചുട്ടത് പറക്കി കെട്ടി വെച്ചു. ആ കെട്ടിയൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞു അവൻ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത്. ഇതുവരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. ഇനി നമ്മൾ തുടങ്ങുന്നത് സീൻ 3 ആണ്. സീൻ 3-ല് ദ ഫുട്പാത്ത് ഔട്ട്സൈഡ് ദ ബേക്കറി. ബേക്കറിയുടെ പുറത്ത് ഫുട്പാത്ത് ആണ് കാണിക്കുന്നത് കേട്ടോ. അപ്പൊ ഫസ്റ്റ് വൺ കോബ്ലർ ഷോപ്പ്, ശരിക്കും ഓർഡറിലൊന്നും ഓർത്ത് വെക്കണം കേട്ടോ. സെക്കൻഡ് ബേക്കറി, പിന്നെ മൂന്നാമത്തത് വരുന്നത് ഫുട്പാത്ത് ഔട്ട്സൈഡ് ദ ബേക്കറിയിലാണ്. A small group of men are waiting in a queue outside the bakery to buy the naan. ഈ നാൻ ചുട്ടത് വാങ്ങിക്കുമ്പോൾ കെട്ടിയൊക്കെ അവിടെ വെച്ചു കൊടുക്കും അല്ലെ. ഇനി ഇത് വാങ്ങിക്കാൻ വേണ്ടി ബേക്കറിയുടെ പുറത്ത് ആളുകൾ ഇങ്ങനെ ക്യൂ നിൽക്കുകയാണെന്ന്. എ സ്മോൾ ഗ്രൂപ്പ് ഓഫ് മെൻ ആർ വെയിറ്റിംഗ് ഇൻ എ ക്യൂ. ക്യൂവിൽ അവർ വെയിറ്റ് ചെയ്യാണ് ഔട്ട്സൈഡ് ദ ബേക്കറി ടു ബൈ ദ നാൻ. ഈ നാൻ ചുട്ടിങ്ങനെ വരുന്നത് ഫ്രഷ് ആയിട്ട് അത് വാങ്ങിക്കാൻ ആളുകൾ ഇങ്ങനെ ക്യൂ ആയിട്ട് നിൽക്കണം. The outline of the building, outline വെച്ചാൽ നീണ്ട നിര of the building in the street is seen in the distance. ഡിസ്റ്റൻസ് സീൻ ആണ് കാണിക്കുന്നത്. ആദ്യം നമ്മൾ ലോങ് റോയിൽ നമ്മൾ ഇതിങ്ങനെ കാണുന്നത്. അലി സീൻ കമ്മിങ് ഔട്ട് ഓഫ് ഫ്രം ദ ബേക്കറി ഇൻ ടു ദ ഫുട്പാത്ത്. പിന്നെ നമ്മൾ കാണിക്കുന്നത് സെക്കൻഡ് സീനില് അലി അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത് അല്ലെ. തേർഡ് സീനിൽ പുറത്തേക്ക് ഇറങ്ങി വന്ന് ഫുട്പാത്തിലേക്ക് വരും. അതാണ് കാണിക്കുന്നത്. അതിന്റെ നേരെ കണ്ടിന്യൂഷൻ ആണ് കേട്ടോ. ബേക്കറിയിൽ നിന്ന് അവൻ ഇറങ്ങി വരുന്നു, ഫുട്പാത്തിലെത്തി. ദ പാർസൽ ഓഫ് ദ നാൻ ഇൻ ഹിസ് റൈറ്റ് ഹാൻഡ്. അവന്റെ കയ്യില് ഒരു നാന്റെ പൊതിയുണ്ട്. ആൻഡ് ദ പാർസൽ ഓഫ് ദ ഷൂ ഓൺ ദ ലെഫ്റ്റ് ഹാൻഡ്. റൈറ്റ് ഹാൻഡില് നാൻ പൊതിഞ്ഞ് തുണിയിൽ കെട്ടി വാങ്ങിച്ചിട്ടുണ്ട് അല്ലെ. ആ തുണിയിൽ കെട്ടി വാങ്ങിച്ച ആ റൈറ്റ് ഹാൻഡില് നാനും, ലെഫ്റ്റ് ഹാൻഡില് വലത് കയ്യില് നാൻ പിടിച്ചിരിക്കുന്നു. ആൻഡ് ലെഫ്റ്റ് ഹാൻഡില് ഇടത് കയ്യില് ഷൂവും പിടിച്ചിരുന്നു. He crosses the pavement. ആ റോഡ് ക്രോസ് ചെയ്യാണ്. And walks into the vegetable store. ഇനി അടുത്തത് മൂന്നാമത് അവൻ എത്തി എവിടേക്കാണ്? ഒരു വെജിറ്റബിൾ സ്റ്റോർ. വെജിറ്റബിൾ ഷോപ്പ്. അപ്പൊ ആദ്യം കോബ്ലർ ഷോപ്പ്, then ബേക്കറി, പിന്നെ അടുത്തത് ഒരു വെജിറ്റബിൾ ഷോപ്പിലേക്ക് എത്തി. He places the bundle. വെജിറ്റബിൾസ് വാങ്ങിക്കണമെങ്കിൽ അവൻ എന്ത് ചെയ്തു? ആദ്യം ചെറുത വഴിക്ക് എന്ത് ചെയ്തു? He places the bundle of naan. നാനിന്റെ ഒരു കെട്ടില്ലേ, അതെടുത്തിട്ട് വെജിറ്റബിൾ കടയുടെ bundle of the naan on the top of the pile of the boxes of the vegetable stacked in front of the shop. നമ്മൾ സാധാരണ കണ്ടില്ലേ പച്ചക്കറി കടയുടെ മുന്നില്, അല്ലെങ്കിൽ നമ്മൾ ഫ്രൂട്ട്സിന്റെ കടയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവില്ലേ, പെട്ടികൾ ഇങ്ങനെ അടക്കി വെച്ചിട്ടുണ്ടാവും. ഈ പെട്ടിയുടെ അല്ലായിരിക്കും എന്ത് വെക്കണത്? ഈ ഫ്രൂട്ട്സും ഒക്കെ ഇങ്ങനെ ബണ്ടി വെച്ചിട്ടുണ്ടാവും. വെജിറ്റബിളിന്റെ അവിടെയും നമ്മൾ ആ പെട്ടികൾ ഇങ്ങനെ അടക്കി വെച്ചിട്ട് അവിടെ വെജിറ്റബിൾസ് ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ടാവും. ഈ വെജിറ്റബിൾസ് വെച്ചിരിക്കുന്ന ഈ പെട്ടികൾ ഉണ്ടല്ലോ, അതിന്റെ മുകളിലേക്കാണ് അവൻ എന്ത് കൊണ്ടുവന്ന് വെക്കുന്നത്? ഇവന്റെ നാന്റെ പൊതി കൊണ്ടുവന്ന് വെക്കാണ്. ഹി പ്ലേസസ് ദ ബണ്ടിൽ ഓഫ് നാൻ. ചെന്ന വഴിക്ക് കടയിൽ അവൻ എന്ത് ചെയ്തു? അവന്റെ റൈറ്റ് സൈഡിൽ കയ്യിലുണ്ടായിരുന്ന ഈ ബണ്ടിൽ ഓഫ് നാൻ കെട്ടി വെച്ചിരുന്ന ഒരു പൊതിയിലായി അതെടുത്ത് ആ പെട്ടികളുടെ മുകളിലേക്ക് എടുത്തു വെച്ചു. ഓൺ ദ ടോപ്പ് ഓഫ് ദ പൈൽ ഓഫ് ബോക്സസ്. എന്താ? പൈൽ അടക്കി വെച്ചിരിക്കുന്ന പെട്ടികള് ഓഫ് ദ വെജിറ്റബിൾസ് സ്റ്റാക്ഡ്. വെജിറ്റബിൾസിന്റെ ബോക്സ് ഇങ്ങനെ അടക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക്. ഇൻ ഫ്രണ്ട് ഓഫ് ദ ഷോപ്പ് ആൻഡ് ദ ബാഗ് ഓഫ് ദ ഷൂ. അടുത്ത കയ്യിൽ എന്തുണ്ട്? റൈറ്റ് ഹാൻഡിൽ ഉണ്ടായിരുന്ന ഞാൻ എടുത്തിട്ട് പെട്ടിയുടെ മുകളിലേക്ക് വെച്ചു. പെട്ടിയുടെ മുകളിൽ കടയിലെ മുൻവശത്ത് ഇങ്ങനെ പെട്ടികൾ അടക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അതിന്റെ മുകളിൽ വെച്ചു. ഇനി ലെഫ്റ്റ് ഹാൻഡിൽ ഷൂവിന്റെ ഉണ്ട്. ആ ഷൂ പച്ചക്കറിയുടെ മുകളിലേക്ക് എടുത്ത് വെക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഷൂ അല്ലേ, അതുകൊണ്ട് അത് എവിടെ വെച്ചു? And the back of the shoe in the small gap between the two box. ആ പെട്ടികൾ വെച്ചേക്കണതിൽ ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു, വിടവ്. ആ വിടവിലേക്ക്, ആ ഗ്യാപ്പിലേക്ക് അവൻ ഈ ഷൂവിന്റെ പൊതിയും വെച്ചു. അപ്പൊ അവന്റെ കൈ ഫ്രീ ആയി. 2 പൊതിയും അവിടെ വെച്ചു. ഞാൻ പച്ചക്കറി എടുക്കാൻ പോവാണ്. ഇനി ഓൺ ദ സൗണ്ട് ട്രാക്ക് ഓഫ് എ ഹോക്കേഴ്സ് വോയിസ്. ഹോക്കർ എന്താ? ഹോക്കർ തെരുവിൽ കൂടെ ഇങ്ങനെ വിൽക്കാൻ വിളിച്ചു പറഞ്ഞ് നടക്കില്ലേ?
ഇപ്പൊ എന്തെങ്കിലുമൊക്കെ വേണോ, വെജിറ്റബിൾസ് വേണോ അല്ലെങ്കിൽ ഫ്രൂട്ട്സ് വേണോ എന്നൊക്കെ വെച്ച് ഇങ്ങനെ വഴിക്കോടെ വിൽക്കാൻ നടക്കുന്നവര് തെരുവ് കച്ചവടക്കാര്. അപ്പൊ ഒരു തെരുവ് കച്ചവടക്കാരുടെ ശബ്ദമാണ് കേട്ടത്. ഓൺ ദ സൗണ്ട് ട്രാക്ക് ഓഫ് എ ഹോക്കേഴ്സ് വോയിസ് ഈസ് ഹേർഡ്. ഒരു തെരുവ് കച്ചവടക്കാരുടെ ശബ്ദം കേൾക്കുകയാണ്. ഇവരിങ്ങനെ കടയിൽ കയറാണ്. ആ സമയത്ത് ഒരു ശബ്ദം അവിടെ കേൾക്കുന്നുണ്ട്. സോൾട്ട് സോൾട്ട് ഫോർ ട്രേഡ്. ഉപ്പ് വിൽക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരാൾ ഉപ്പ് കൊണ്ട് നടന്ന് വിൽക്കുന്നത്. അത്രേ ഉള്ളൂ, അതൊന്നും ഇമ്പോർട്ടൻസ് ഇല്ല. ഇവരാ കടയിലേക്ക് കയറുമ്പോ ഒരാള് തെരുവിൽ കൂടെ ഉപ്പ് വിൽക്കാൻ കൊണ്ട് നടക്കുന്നുണ്ട്. ദ ഷോപ്പ് കീപ്പർ ഈസ് സീൻ സ്റ്റാൻഡിംഗ് ബിഹൈൻഡ് ദ കൗണ്ടർ. അപ്പൊ നമുക്കറിയാം കൗണ്ടറിന്റെ സൈഡില് ആരെ കാണുന്നുണ്ട്? ഒരു ഷോപ്പ് കീപ്പറിനെയും കാണുന്നുണ്ട്. ഇതാണ് മൂന്നാമത്തെ സീനില് നമ്മൾ കാണുന്നത്. അപ്പൊ മൂന്നാമത്തെ സീനില് അലി ബേക്കറിയിൽ നിന്ന് ഇറങ്ങി വന്നു. ഫുട്പാത്തിൽ കൂടെ നടന്ന് എങ്ങോട്ടേക്കാണ്? ഈ വെജിറ്റബിൾ ഷോപ്പിലേക്ക് എത്തി. രണ്ട് കയ്യിലുണ്ടായ സാധനങ്ങളും നാനിന്റെ പൊതി എടുത്തിട്ട് പെട്ടിയുടെ മുകളിൽ വെച്ചു. പെട്ടിയുടെ വിടവുണ്ടായിരുന്നു, അതിന്റെ ഗ്യാപ്പിന്റെ ഉള്ളിലേക്ക് ഈ ചെരുപ്പിന്റെ പൊതിയും വെച്ചു. ഇനി അവൻ പച്ചക്കറി വാങ്ങിക്കാൻ കയറാണ്. അലി ടു ദ ഷോപ്പ് കീപ്പർ. അപ്പൊ ഷോപ്പ് കീപ്പറിനെ അവിടെ കൗണ്ടറിന്റെ സൈഡിൽ കാണുന്നുണ്ട്. ആ ഷോപ്പ് കീപ്പറിന്റെ അടുത്ത് അലി പറയാണ്, അസ്സലാം അലൈക്കും അക്ബറക്കാം, ഐ നീഡ് സം പൊട്ടാറ്റോസ്. ചെന്ന വഴിക്ക് അവൻ അയാളുടെ അസ്സലാം അലൈക്കും പറയാണ്. അക്ബർ അക്ക. അക്ക മീൻസ് അവിടെ എന്താണ്? ഇറ്റ് വാസ് ഇറാനിയൻ വേർഡ് ആണ്. സർ അല്ലെങ്കിൽ മിസ്റ്റർ എന്നൊക്കെ നമ്മൾ സാധാരണ അക്ബർ അക്ക, മിസ്റ്റർ അക്ബർ എന്ന് വിളിക്കുന്നതിന് പകരം അല്ലെങ്കിൽ അക്ബർ സർ എന്നൊക്കെ വിളിക്കില്ലേ. അപ്പൊ അതുപോലെയുള്ള ഒരു ഇറാനിയൻ വാക്കാണ് അക്ക. അക്ബർ അക്ക, ഐ നീഡ് സം പൊട്ടാറ്റോസ്. എനിക്ക് കുറച്ച് പൊട്ടാറ്റോ വേണമെന്ന്. അപ്പൊ അക്ബർ ദ ഷോപ്പ് കീപ്പർ, അക്ബർ എന്ന് പറയുന്ന ആ ഷോപ്പ് കീപ്പർ, ആ കട ഉടമ gives Ali a small black bag. ഒരു ബാഗ് എടുത്തു കൊടുത്തു. നമ്മളിപ്പോ സാധാരണ ഇവിടേക്കൊക്കെ പോയി സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയി നമുക്കൊരു ഓർഡർ എടുത്ത് തരും, പോയി സാധനങ്ങൾ അല്ലെങ്കിൽ നമുക്കൊരു ബാസ്കറ്റ് തരും അല്ലെ, പോയി സാധനങ്ങളൊക്കെ എടുത്തോളാം. ഇവിടെ ഇയാൾ വേഗം ചെയ്തു, ഒരു ഓർഡർ എടുത്തു കൊടുത്തു, ഒരു കവർ എടുത്തു കൊടുത്തു, ഒരു ബാഗ് എടുത്തു കൊടുത്തിട്ട് അവരോട് പറയുന്നത് പോയിക്കോ, പോയി എടുത്തോളാൻ, സാധനം പറക്കി എടുത്തോളാൻ. A small black bag to put potatoes in. Ali starts picking the large wholesome potato. Ali എന്നിട്ട് എന്ത് ചെയ്തു? വലിയ wholesome, വലിയ നല്ല ഭംഗിയുള്ള നല്ല ഉരുണ്ട പൊട്ടറ്റോസ് എടുത്തിട്ട് ഇൻ ദ ബോക്സ് അറ്റ് ദ ടോപ്പ് ഓഫ് ദ ഹീപ്പ്. ആ ഹീപ്പ് എന്താ? കൂമ്പാരം പോലെ അവിടെ ഉള്ള വീട് ഇട്ട് വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് വലുത് നോക്കി നല്ല ഭംഗിയുള്ള നല്ല ഉരുണ്ട് നല്ല വലുത് നോക്കി എടുക്കാണ്. അപ്പൊ ഷോപ്പ് കീപ്പർ അവരോട് പറയണ, അക്ബർ പറയണ, നോട്ട് ദോസ് കിഡ്, അതെടുക്കല്ലേ, നീ അതവിടെ വെക്കി, പിക്ക് സം ഡൗൺ ദർ, അവിടെ താഴേന്ന് എടുക്കുക. ആ ഇരിക്കുന്നത് അവിടെ ഇരുന്നോട്ടെ, താഴേക്ക് എടുത്തോളാം. അലി മൂവ്സ് ടു ദ റൈറ്റ്. അപ്പൊ അലി എന്ത് ചെയ്തു? മൂവ്സ് ഈസ് റൈറ്റ്, നിലത്ത് കുത്തിയിരുന്നു. ആൻഡ് ഫിൽ ദ ബാഗ്. അപ്പോൾ കടക്കാരൻ പറഞ്ഞതനുസരിച്ചിട്ട് നിലത്ത് കുത്താൻ, നിലത്ത് നിർത്തോളാൻ പറഞ്ഞു അല്ലെ. അപ്പൊ നിലത്ത് കുത്തി ഇരുന്നിട്ട് ബാഗിലേക്ക് സ്മോളർ പൊട്ടറ്റോസ്, ചെറിയ ചെറിയ പൊട്ടറ്റോസുകൾ ഫ്രം ദ ബോക്സ് ഓൺ ദ ഫ്ലോർ, നിലത്ത് വെച്ചിരിക്കുന്ന ബോക്സിൽ നിന്ന് ചെറിയ ചെറിയ പൊട്ടറ്റോസ് എടുത്ത് വെക്കും. ക്ലോസ് അപ്പ് ഓഫ് അലി പിക്കിംഗ് ദ പൊട്ടറ്റോസ്. ഇതിൽ നമ്മൾ കാണുന്നത് ഒരു ക്ലോസ് അപ്പ് ഷോട്ട്. എന്താ ക്ലോസ് അപ്പ് ഷോട്ട് കാണിക്കുന്നത്? ഇവിടെ അലി പൊട്ടറ്റോ പറക്കുന്നത്, അതാണ് ആദ്യം കാണിക്കുന്നത്. ക്ലോസ് അപ്പ് സീൻ കാണിക്കുന്നത് അലി പൊട്ടറ്റോ പറക്കുന്നത്. കട്ട് ടു വ്യൂ, പിന്നെ വീണ്ടും ക്യാമറ പോയി പിന്നിലേക്ക്. കട്ട് ടു വ്യൂ ദ ഷോപ്പ് ഫ്രം ദ പേയ്മെന്റ്. പേയ്മെന്റിൽ നിന്ന്, റോട്ടിൽ നിന്ന് ഇങ്ങോട്ട് കാണിക്കുകയാണ് കേട്ടോ. പിന്നെ കടയുടെ ഉള്ളിലേക്ക് ഇങ്ങോട്ട് കാണിക്കുന്നതാണ്. അപ്പോ പേയ്മെന്റിൽ എന്താ കാണിക്കുന്നത്? എ മാൻ പുഷിംഗ് എ ഹാൻഡ് കാർട്ട്. എ മാൻ, ഒരു മനുഷ്യൻ. അപ്പൊ റോഡിന്റെ അപ്പുറത്തേക്ക് പോയി ക്യാമറ, അവിടെ നിന്ന് കാണിക്കുകയാണ്. ഈ കട ഇവിടെ കാണിക്കുന്നത്, കടയുടെ മുൻപിൽ റോഡ് കാണിക്കുന്നുണ്ട്. ഈ റോഡിൽ കൂടെ ഒരു മനുഷ്യൻ ഒരു ഹാൻഡ് കാർട്ട് ഉന്തുവണ്ടി, ഫീൽഡ് വിത്ത് ജങ്ക്. അതിനുള്ളിൽ എന്താണ്? ഉന്തുവണ്ടിയിൽ എന്താ ഉള്ളത്? ജങ്ക്, വേസ്റ്റ് കളക്ട് ചെയ്ത് നടക്കുന്നതാണ് ഈ ഉന്തുവണ്ടിയിൽ. നമ്മൾ കണ്ടിട്ടില്ലേ? ഉന്തുവണ്ടിയിൽ വേസ്റ്റുകളൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോണത്. ജങ്ക് എൻ്റർ ദ ഫ്രെയിം ഫ്രം ദ റൈറ്റ്. ആ ഫ്രെയിമിന്റെ ഉള്ളിലേക്ക്, എന്ന് വെച്ചാൽ നമ്മുടെ സീനിന്റെ ഉള്ളിലേക്ക് കടന്നു വന്നു. ഫ്രം ദ റൈറ്റ് ആൻഡ് സ്റ്റോപ്സ് ഇൻ ഫ്രണ്ട് ഓഫ് ദ ഷോപ്പ്. ഏത് ഷോപ്പില്? അക്ബറിന്റെ കടയില്. അക്ബറിന്റെ കടയുടെ മുൻപില് ആ ജങ്ക് കളക്ടർ വന്നു നിന്നു. അപ്പോ മാർക്കറ്റിൽ നിന്ന് വേസ്റ്റ് ഒക്കെ കളക്ട് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്ന മനുഷ്യനാണ്. ഓരോ കടയിലേക്കും വേസ്റ്റുകളൊക്കെ പറക്കി വണ്ടിയിലിട്ട് കൊണ്ടുപോകും. കട്ട് ടു വ്യൂ ദ ഷോപ്പ്, ദ പേയ്മെന്റ്. ഇതാണ് വ്യൂ എന്ന് പറഞ്ഞു. എ മാൻ ഈസ് കമ്മിങ്. ഹി വാസ് പുഷിംഗ് ദ ഹാൻഡ് കാർട്ട്. ആണ് എന്തിനു വേണ്ടി കളക്ട് ചെയ്യാൻ വന്നേക്കണേ? ജങ്ക് കളക്ട് ചെയ്യാൻ. ജങ്ക് എന്ന് വെച്ചാൽ വേസ്റ്റുകൾ കേട്ടോ. വേസ്റ്റ് കളക്ട് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ജങ്ക് കളക്ടർ അവിടെ നിൽക്കുന്നത്. ആ ജങ്ക് കളക്ടർ, ആ ഉന്തുവണ്ടി കൊണ്ടുവന്ന വേസ്റ്റ് കളക്ട് ചെയ്യാൻ വന്ന ആള് ഉറക്കെ വിളിച്ച് ചോദിക്കുകയാണ്, ലൗഡ്ലി, ഉറക്കെ, ടു ദ ഷോപ്പ് കീപ്പർ, അസ്സലാമു അലൈക്കും, വിത്ത് യുവർ പെർമിഷൻ, നിന്റെ അനുവാദത്തോടു കൂടി ഞാൻ ചെയ്യട്ടെ. എന്തെന്ന്? വിത്ത് യുവർ പെർമിഷൻ ഐ ആം ടേക്കിംഗ് ദ ജങ്ക്സ്. ഞാൻ ജങ്ക്സ് എടുക്കട്ടെ എന്ന്, ഞാൻ വേസ്റ്റുകൾ എടുക്കട്ടെ എന്ന്.
എന്നും അയാൾ വേസ്റ്റ് എടുക്കാൻ വരുന്നതാണ്. ഇപ്പൊ ഒരു കടയിൽ പച്ചക്കറി കടയുടെ കുറെ വേസ്റ്റുകൾ ഉണ്ടാവും. അപ്പൊ അതെടുക്കാൻ എന്നും വരികയാണ്. പക്ഷെ എന്നും വരുന്ന ഒരാളായാലും പറയാതെ എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അയാൾ ചോദിക്കാൻ വിത്ത് യുവർ പെർമിഷൻ, നിന്റെ അനുവാദത്തോടുകൂടി ഞാൻ എടുത്തോട്ടെ എല്ലാം എന്ന് പറഞ്ഞു. ദ ജങ്ക് കളക്ടർ പിക്സ് അപ്പ് ദ ബണ്ടിൽസ്. അയാൾ അവിടെ കിടക്കുന്ന വേസ്റ്റുകൾ കടലാസുകളൊക്കെ പറക്കി കൊണ്ടുപോകും. അപ്പൊ ഇയാൾ ഇവിടെ എന്ത് ചെയ്യാൻ തുടങ്ങി? ഹി പിക്ക് അപ്പ് ദ ബണ്ടിൽ ഓഫ് യൂസ്ഡ് പോളിത്തീൻ ബാഗ്സ്. യൂസ് ചെയ്ത് ഉപയോഗിച്ച പോളിത്തീൻ ബാഗ്സ് ഒക്കെ ആളുകളോട് ഇട്ടിട്ടുണ്ടാവില്ലേ, അതൊക്കെ എടുത്തു. ലൈൻ സ്കാറ്റേർഡ് ഓൺ ദ ഫ്ലോർ, നിലത്ത് സ്കാറ്റേർഡ് ചിതറിക്കെടുക്കുന്ന, ആ ഫ്ലോറില് നിലത്ത് ചിതറിക്കെടുക്കുന്ന കവറുകളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ എടുത്തു into the near the boxes of the vegetable ബോക്സിന്റെ അടുത്ത് കിടക്കുന്ന കവറുകളൊക്കെ എടുത്ത് അയാൾ വണ്ടിയിൽ കിട്ടു ആൻഡ് ത്രോസ് ഡം ഇൻ ടു ദ കാർട്ട്. അയാളുടെ കാർട്ടിലേക്ക് അയാളുടെ വണ്ടിയിലേക്ക് അയാൾ എടുത്ത് എറിഞ്ഞാണ്. എന്ന് വെച്ചാൽ നിലത്തുനിന്ന് കവറുകളൊക്കെ പറക്കി വണ്ടിയിലേക്കിടാം. ഹി സീസ് അലീസ് പാർസൽ ഓൺ ദ ഷൂ. എന്താ കണ്ടു? അലിയുടെ അങ്ങനെ ചെയ്യുന്ന സമയത്താണ് ഒരു പെട്ടിയുടെ ഗ്യാപ്പില് ഷൂ വെച്ചിട്ടുണ്ടായില്ലേ അവൻ. ആ ഷൂവിന്റെ പാർസൽ കണ്ടു. ടേക്ക് ഇറ്റ്, എടുത്തു. ടേക്കിംഗ് ഇറ്റ് ഫോർ ദ ജങ്ക്. അവിടെ ടേക്കിംഗ് ഇറ്റ് തന്നെ എടുക്കുക എന്നുള്ളതല്ല. ടേക്കിംഗ് ഇറ്റ് മീൻസ് ഹി തോട്ട് ദാറ്റ്, കരുതി. എന്ത് കരുതി? ഇറ്റ് വാസ് എ ജങ്ക്, അതും വേസ്റ്റ് ആണ്. ആളുകൾ വെറുതെ കവർ തിരികെ വെച്ചേക്കാന്ന് വിചാരിച്ചിട്ട് ഇവൻ എന്ത് ചെയ്തു? അതും വേസ്റ്റ് ആണ് വെച്ചിട്ട് എടുത്തു. ഹി പിക്സ് ഇറ്റ് അപ്പ് ആൻഡ് പുട്ട് ഇറ്റ് ഇൻ ദ കാർട്ട്. അവൻ അതും എടുത്ത് വണ്ടിയിലേക്ക് ഇട്ടു. ദ ജങ്ക് കളക്ടർ എന്നിട്ട് അയാൾ വേസ്റ്റ് ഒക്കെ പറക്കി അയാൾ ഗുഡ് ബൈ പറഞ്ഞു പോവുകയാണ്. കൂടെ എന്ത് കൊണ്ടുപോയി അയാള്? അലി കൊണ്ടെന്ന് വെച്ച ആ ഷൂ. അക്ബർ ഗുഡ് ബൈ. അക്ബറും ഗുഡ് ബൈ പറഞ്ഞു. കാരണം അലിയില് അക്ബർ നോക്കിയപ്പോ അക്ബറിന്റെ കടയുടെ വിറ്റത്തുള്ള എല്ലാ വേസ്റ്റും അയാൾ എടുത്തുകൊണ്ടുപോയി. അങ്ങനെ ഗുഡ് ബൈ പറഞ്ഞു പോയി. ദ ജങ്ക് കളക്ടർ ലീവ്സ്. ജങ്ക് കളക്ടർ അവിടുന്ന് പോവുകയാണ്. കട്ട് ടു ദ വ്യൂ ഫ്രം ദ ഇൻസൈഡ് ദ ഷോപ്പ്. ഷോപ്പിന്റെ ഉള്ളിലേക്ക് കാണിക്കാന് അക്ബർ ഇസ് ഓൺ ദ ലെഫ്റ്റ് എഡ്ജ് ഓഫ് ദ ഫ്രെയിം കൗണ്ടിങ് മണി. അക്ബറിനെ നമ്മൾ കാണുകയാണ് കൗണ്ടിങ് ദ മണി. പൈസ എണ്ണിക്കൊണ്ടിരിക്കുന്ന അക്ബറിനെയാണ് കാണുന്നത്. കട്ട് ടു അലി ഫില്ലിംഗ് ഹിസ് ബാഗ് വിത്ത് പൊട്ടാറ്റോസ്. പിന്നെ നമ്മൾ കാണുന്നത് അലി ബാഗ് ഒക്കെ നിറച്ചു. എന്ത്? പൊട്ടാറ്റോ എടുത്ത്. അലി ഫിനിഷസ് ഫില്ലിംഗ് ദ ബാഗ്. ബാഗിൽ പൊട്ടാറ്റോ പറക്കിയിട്ടതിന് ശേഷം ഹാൻഡ് ഇറ്റ് ടു. ആരുടെ കൊണ്ടെന്ന് കൊടുത്തു? ഹാൻഡ് ചെയ്തു, കൈമാറി. ഇറ്റ് ടു അക്ബർ. അക്ബറിന് കൊടുക്കുകയാണ് ഫോർ വെയിങ്. വെയിറ്റ് നോക്കിക്കോളാൻ പറഞ്ഞു. അവൻ ആവശ്യമുള്ള ഉരുളക്കിഴങ്ങൊക്കെ പറക്കിയെടുത്തു, കൊണ്ടുവന്ന് അയാളുടെ കയ്യിൽ കൊടുക്കുകയാണ് വെയിറ്റ് നോക്കാനായിട്ട്. അക്ബർ ഹോൾഡ് ദ ബാഗ് ഇൻ ഹിസ് ഹാൻഡ്. കയ്യിൽ പിടിച്ചു. സാധാരണ ആളുകൾക്ക് കച്ചവടക്കാർക്ക് അറിയാം കയ്യിൽ പിടിച്ചറിയാം എത്ര തൂക്കണ്ടെന്ന്. വെയിറ്റ് നോക്കാനൊന്നും പോയില്ല. അയാൾ കയ്യിലൊന്ന് പിടിച്ച് തൂക്കം നോക്കി. ഇൻ ഹിസ് ഹാൻഡ് ടു ഫീൽ ദ വെയിറ്റ്. വെയിറ്റ് അറിയാൻ വേണ്ടി കയ്യിൽ പിടിച്ച് നോക്കിയിട്ട് ഇങ്ങനെ പറയില്ലേ, ചിലർ 1 കിലോ ഉണ്ട് 2 കിലോ ഉണ്ട്. അതുപോലെ ഇയാളും വെയിറ്റ് നോക്കുകയാണ്. ഫോർ ദ മൊമെന്റ് ആൻഡ് ഹാൻഡ് ഇറ്റ് ബാക്ക് ടു അലി. തിരിച്ച് അലിയുടെ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു എത്ര തന്നാ മതിന്ന്? 65 ടോമാൻസ്. 65 ടോമൻസ് തരണമെന്ന്. അപ്പൊ അലി പറയാണ് മൈ മോം സെഡ് ടു പുട്ട് ഇറ്റ് ഇൻ അവർ ടാബ്. ടാബ് എന്താണ്? ഇവിടെ പറ്റുപുസ്തകം. കടയിൽ പറ്റുപുസ്തകം വെക്കില്ലേ എന്ന് വെച്ചാ നമ്മുടെ പൈസ കൊടുക്കാത്തവര് എഴുതി വെച്ചോളാൻ പറയും. പുസ്തകത്തിൽ ഓരോ ഫാമിലിക്ക് വേണ്ടി അവരുടെ പുസ്തകം ഉണ്ടായിരുന്നു. ആ പുസ്തകത്തിൽ പറ്റുപുസ്തകത്തിൽ എഴുതി വെച്ചോളാൻ അമ്മ പറഞ്ഞിട്ടുണ്ട് എന്ന്. അമ്മ പറഞ്ഞു ഇപ്പൊ പൈസ ഇല്ല, അമ്മയുടെ പേരുള്ള പറ്റുപുസ്തകത്തിൽ എഴുതി വെച്ചോളാം. അക്ബർ ടെൽ ഹർ. അപ്പൊ കടക്കാരൻ പറയാണ് നീ അമ്മോട് പറയും ഇവിടെ പറ്റ് കുറെ ആയിന്ന്. ടെൽ ഹർ യുവർ അക്കൗണ്ട് ഹാസ് റീച്ച് ഇറ്റ്സ് ലിമിറ്റ്. കടക്കാര് സാധാരണ കടം കൊടുക്കും, അത് ഒരു പരിധി വരെ. ഇപ്പൊ ഇത്ര രൂപ വരെ കടക്ക് കൊടുക്കും. ഇപ്പൊ പറയണേ അയാൾ പറയുന്നത് നിങ്ങളുടെ പരിധി വിട്ടു എന്ന്. ഹി റീച്ച് ഇറ്റ്സ് ലിമിറ്റ്. ലിമിറ്റ് കഴിഞ്ഞു, പൈസ തരണമെന്ന്. ഷീ ഷുഡ് പേ അറ്റ്ലീസ്റ്റ് എ പാർട്ട് ഓഫ് ഇറ്റ്. ഒരു ഭാഗമെങ്കിലും കുറച്ചെങ്കിലും കൊണ്ട് നടക്കാൻ പറയും. അമ്മോട് പറയാ പരിധിയായില്ല. അയച്ചാ അവർക്ക് വിചാരിച്ചിരുന്ന പൈസ കൂടുതലായി. ഇപ്പൊ എന്ത് ചെയ്യാൻ? കുറച്ച് പൈസയെങ്കിലും കൊണ്ടുവന്ന് തരാൻ. അലി ഓൾ റൈറ്റ്. അലി പറഞ്ഞു ശരി ഞാൻ അമ്മോട് പറയാമെന്ന്. അലി ടേൺസ് ടു ഗോ. അങ്ങനെ അലി പോവുകയാണ്. കട്ട് ടു ദ വ്യൂ ഫ്രം ദ ഔട്ട്സൈഡ് ദ ഷോപ്പ്. ഈ കടയുടെ പുറവശമാണ് കേട്ടോ. അങ്ങനെ പൈസ അയാൾക്ക് കൊടുത്തു. പുറത്തേക്ക് ഇറങ്ങുന്ന അലി എന്തെടുക്കും? അവൻ 2 പൊതി വെച്ചിട്ടില്ലേ, ആ പൊതി എടുക്കണ്ടേ. ഹി ഗോസ് ടു ദ പൈൽ ഓഫ് ദ ബോക്സ് ഇൻ ഫ്രണ്ട് ഓഫ് ദ ഷോപ്പ്. ഷോപ്പിന്റെ മുൻപിലേക്ക് ചെന്നു. പെട്ടികൾ അടക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ മുകളിൽ നിന്ന് നാനിന്റെ ബണ്ടിൽ എടുത്തു. പിക്ക് ദ ബണ്ടിൽ ഓഫ് നാൻ ആൻഡ് ദെൻ ലുക്ക് ഫോർ ദ ബാഗ് ഓഫ് ദ ഷൂസ്. ആദ്യം തന്നെ മുകളിൽ ഇരിക്കുന്ന നാനിന്റെ പൊതി അവൻ എടുത്തു. അത് കഴിഞ്ഞ ശേഷം അവൻ തിരികെ വെച്ചിരുന്നു എന്ത്? 2 പെട്ടികളുടെ ഗ്യാപ്പിന്റെ ഉള്ളിൽ ഷൂ. ആ ഷൂവിന്റെ പൊതി തപ്പി. അനേബിൾ ടു ഫൈൻഡ് ഇറ്റ്. അവിടെ നോക്കിയപ്പോ അതുണ്ടോ? ആരാ കൊണ്ടുപോയത്? ജങ്കളകൾ കൊണ്ടുപോയി കഴിഞ്ഞിരുന്നു. അവനത് അവിടെയൊക്കെ തപ്പി, കൈകൊണ്ട് തപ്പാണ്. ഹി പ്ലേസസ് ദ ബാഗ് ഓഫ് നാൻ അറ്റ് ദ ടോപ്പ്. വീണ്ടും അവൻ എന്ത് ചെയ്തു?
കയ്യിലുണ്ടായിരുന്ന നാലിന്റെ പൊതിർത്ത് മുകളിൽ വെച്ചു. കാരണം ഇത് ശരിക്കും നോക്കാൻ വേണ്ടിട്ട്, അങ്ങോട്ട് ഞാൻ ഉള്ളിലേക്ക് വീണ് പോയിട്ടുണ്ടോ നോക്കാൻ വേണ്ടി ഈ നാലിന്റെ പൊതി മുകളിലേക്ക് എടുത്ത് വെച്ചുകൊണ്ട് the top of the vegetable box and began to search underneath. അതിന്റെ ഉള്ളിലേക്ക് അടിയിലേക്ക് നോക്കാണ്. First he put his hand, ആദ്യം കൈയിട്ടു, and then അത് കഴിഞ്ഞ് പിന്നെ എന്ത് ചെയ്തു, കൈയിട്ടിട്ട് ഒന്നും അവിടെ കിട്ടണില്ല. അപ്പൊ എന്ത് ചെയ്തു, then his head, തല ഗ്യാപ്പിൽ കൂടെ കടത്തി. In the gap between the box and the vegetable, ആ വെജിറ്റബിൾ ബോക്സിന്റെ ഗ്യാപ്പിൽ കൂടെ തല കടത്തി നോക്കാണ്. which upset them all, എല്ലാം അപ്സെറ്റ് ആയി. എന്ന് വെച്ചാൽ ഒരു ചെറിയ ഗ്യാപ്പല്ലേ ഉണ്ടായിരുന്നുള്ളൂ, അതിന്റെ ഉള്ളിൽ കൂടെ കൈയിട്ടു, സാധനം കിട്ടാനില്ല. അപ്പൊ അവരെന്ത് ചെയ്തു, തല അതിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കടത്തി വഴിക്ക് എല്ലാം കൂടി തകിടം മറിഞ്ഞു. The vegetable box stumbled. വെജിറ്റബിൾസ് ഇങ്ങനെ അടക്കി വെച്ചിരുന്നു, അത് ടംബിൾ, അതൊക്കെ മറിഞ്ഞു വീണു. And the vegetables scattered, ചിതറി കിടക്കാൻ തുടങ്ങി. On the ground, on hearing the sound, Akbar comes. അത് കണ്ടിട്ട് അക്ബർ ഓടി വരികയാണ്. വെജിറ്റബിൾസ്, ഈ പെട്ടികൾ വീഴുന്ന ശബ്ദവും ഈ വെജിറ്റബിൾസ് വീഴുന്ന ശബ്ദമൊക്കെ കേട്ട് അക്ബർ ഓടി വന്നു. അക്ബർ comes running from inside the shop. അകത്തുനിന്ന് ഓടി വന്നു, ഇവിടെ എന്താ സംഭവിച്ചെന്ന് നോക്കാൻ. അങ്ങനെ വന്ന് നോക്കിയപ്പോ he sees, അവൻ എന്താ കണ്ടത്, the vegetables strewn on the ground. ഗ്രൗണ്ടിൽ വെജിറ്റബിൾസ് strewn, ചിതറി കിടക്കുന്നത്, പരന്നിങ്ങനെ കിടക്കാണ്. വെജിറ്റബിൾസ് ഒക്കെ പെട്ടി അങ്ങനെ തന്നെ മറിഞ്ഞപ്പോ വെജിറ്റബിൾസ് നിരത്തിങ്ങനെ വ്യാപിച്ചു കിടക്കുന്നത് കാണാണ്. അക്ബർ annoyed. അക്ബറിന് ദേഷ്യം വന്നു അല്ലേ. അക്ബർ ഇവരെന്താ തപ്പണത്, അവന്റെ സിസ്റ്ററിന്റെ ഷൂ ആണ് ആ ബാഗിൽ വെച്ചിരുന്നേ, ആ ബാഗാണ് അവൻ തപ്പുന്നത്. അത് കാണാതായപ്പോ കൈയിട്ട് നോക്കി, അത് കഴിഞ്ഞപ്പോ അവൻ തലയിട്ട് നോക്കി, എന്നിട്ടും കാണാണ്ടായി. അവൻ ആകെ വിഷമിച്ച് നിൽക്കാണ്. അതേസമയം അക്ബറിന് എന്താ വിഷമം, ഈ പച്ചക്കറികളൊക്കെ വീണതില്. അക്ബർ ദേഷ്യപ്പെട്ടിട്ട് അവനോട് പറയാണ്, what the hell are you doing? What the hell are you doing? നീ എന്തായി കാണിക്കണേ, why did you spill this? ചിതറിക്കുക, നീ എന്തിനാ ഇതൊക്കെ തട്ടിമറിച്ച് കളയുന്നത്? Are you crazy? നീ എന്താ ക്രേസി, നിനക്ക് ഭ്രാന്താണോ, നീ എന്താ ഇതൊക്കെ കളയണേന്ന്. അലി ലുക്കിംഗ് അറ്റ് ഹിം വിത്ത് ഗിൽറ്റ് എന്താ, കുറ്റബോധത്തോടുകൂടി നോക്കണം. എനിക്ക് ഭയങ്കര വിഷമം തോന്നി, കാരണം അലി വേണമെന്ന് വെച്ച് ചെയ്തതല്ല, അവരവന്റെ പൊതി തപ്പിയതാണ്. പൊതി തപ്പിയെടുക്കാൻ നോക്കിയപ്പോഴാണ് എല്ലാ പെട്ടികളും കൂടി മറിഞ്ഞ് വീണത്. അപ്പൊ ഗിൽറ്റോടുകൂടി, കുറ്റബോധത്തോടുകൂടി അലി അയാളെ നോക്കാണ്. എന്നിട്ട് പറയുന്നത്, മൈ സിസ്റ്റർ ഷൂസ് ഹാവ് ഡിസപ്പിയർഡ്. ഞാൻ എന്താ അന്വേഷിച്ചത്, എന്റെ സിസ്റ്ററിന്റെ ഷൂ ഞാൻ അവിടെ വെച്ചിരുന്നു, അത് ഡിസപ്പിയർഡ് ആയി, അത് അപ്രത്യക്ഷമായല്ലോ, അത് കാണാനില്ലല്ലോ എന്ന്. അക്ബർ ഗെറ്റ് ലോസ്റ്റ്, ഇവിടുന്ന് പോയിക്കോ, ബീറ്റ് ഇറ്റ്, ദേഷ്യം, ഗോ അവേ ഫ്രം ഇറ്റ്, നീ ഇവിടുന്ന് പോയിക്കോ, വേഗം ഇവിടുന്ന് കടന്നു പോ. കാരണം അക്ബറിന്റെ ദേഷ്യം എന്താണ്, ഈ പച്ചക്കറി മുഴുവൻ നിലത്ത് വീണ് എടുക്കാണ്. ഇത് കണ്ട് ദേഷ്യപ്പെട്ട് അവിടുന്ന് പോവാൻ പറയുന്നത്. അലി ഐ ലെഫ്റ്റ് മൈ സിസ്റ്റർ ഷൂസ് ഹിയർ. അവൻ വീണ്ടും വിഷമിച്ച് നിൽക്കാണ്. അവനവന്റെ സിസ്റ്ററിന്റെ ഷൂ ഇടണം. അവന്റെ വിചാരം പെട്ടിയുടെ ഉള്ളിലേക്ക് അടിയിലെങ്ങാനും വീണിട്ടുണ്ടാവും. അവൻ പറഞ്ഞു, എന്റെ സിസ്റ്ററിന്റെ ഷൂ ഞാൻ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അക്ബറിന് ഭയങ്കര ദേഷ്യത്തോട് വീണ്ടും ഷൗട്ട് ചെയ്യാണ്, ഐ സെഡ് ഗെറ്റ് ലോസ്റ്റ്, ഇവിടുന്ന് കടന്നു പോകാൻ. ബാങ് ഹിസ് ഫിസ്റ്റ്, അയാളുടെ ഫിസ്റ്റ് എന്താ, മുഷ്ടി ഉറക്ക അടിക്കുകയാണ്. ഓൺ ദ പൈൽ ഓഫ് ദ ബോക്സ്, ആ ബോക്സിന്റെ അടുക്കിലേക്ക് ഇങ്ങനെ ഉറക്ക കൈയുടെ മുഷ്ടി കൊണ്ട് അടിക്കുക. ശബ്ദം കേട്ടിട്ട് അലി റൺസ് അവേ, സ്കയോ, പേടിച്ച് അലി അവിടുന്ന് ഓടിപ്പോയി. അപ്പൊ നമ്മുടെ സീൻ അവിടെ അവസാനിക്കുകയാണ്. ഇനി സീൻ 4 നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം.